വരാനിരിക്കുന്ന ലോകക്രമത്തിൽ സിറിയ ഒരു നിർണായക വഴിത്തിരിവാണ്, നിർണായകമായ ഒരു ഇടപെടലിൻ്റെ ഭൂമി കൂടിയാണ്. തുർക്കി, ഇറാഖ്, ലെബനൻ, ജോർദാൻ, ഇസ്രയേൽ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സിറിയ. ഒരുപക്ഷെ ലോകരാജ്യങ്ങളിൽ ഏറ്റവും സമ്പൽ സമൃദ്ധവും ഫലഭൂയിഷ്ഠവുമായ മണ്ണും രാഷ്ട്രവുമായതുകൊണ്ടാവണം സിറിയ പലർക്കും ഉള്ളിലെ മോഹമാണ്. രക്ഷകരെന്ന് ചമഞ്ഞു വരുന്ന രാഷ്ട്രങ്ങൾ പോലും പലപ്പോഴും രക്ഷയ്ക്കെത്തുന്നത് സിറിയയുടെ ഈ മണ്ണും ഇടവും കണ്ടുകൊണ്ട് തന്നെയാണ്. റഷ്യയ്ക്കും അമേരിക്കയ്ക്കും തുർക്കിക്കും ഇറാനുമെല്ലാം സിറിയയിൽ സൈനിക താവളങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സൈനിക താവളങ്ങളുള്ളത് ഇറാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ സിറിയയെ ലക്ഷ്യം വെക്കുന്നതും. സിറിയ വഴിയാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഗാസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും മറ്റും ആയുധങ്ങൾ എത്തുന്നത് എന്നാണ് ഇസ്രയേലിൻ്റെ പക്ഷം. ഇപ്പോൾ രണ്ടാമതും സിറിയയിൽ വിമത വിഭാഗം തലപൊക്കിയിരിക്കുകയാണ്. ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമായ അലപ്പോ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണ് സർക്കാർ വിരുദ്ധ പക്ഷം. സ്ഥിരീകരിക്കാത്തൊരു റിപ്പോർട്ടിൽ പറയുന്നത് സിറിയൻ ഏകാധിപതി ബഷാറുൽ അസദും കുടുംബവും റഷ്യയിലേക്ക് നാടുവിട്ടു എന്നാണ്. യഥാർത്ഥത്തിൽ സിറിയയെ ചൊല്ലി ഇസ്ലാമിക രാജ്യങ്ങൾ രണ്ട് ചേരിയാവുകയാണ് എന്നാണ് സിറിയൻ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ മനസ്സിലാവുക. ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ തല്ലി പിരിയും എന്നല്ല ഇതിനർത്ഥം. ലോക മുസ്ലിങ്ങൾക്കിടയിലെ രണ്ട് ആശയധാരയാണ് സുന്നി ഷിയ വിഭാഗങ്ങൾ. ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളും ന്യൂനപക്ഷമായ ഷിയാക്കളും തമ്മിൽ പരമ്പരാഗതമായ ആശയ പോരാട്ടം നടന്നു വരുന്നുണ്ട്. പ്രധാനമായും ഇറാനിൽ വർഷങ്ങളായി ഷിയ കേന്ദ്രീകൃത വ്യവസ്ഥാപിത ഭരണമാണുള്ളത്. അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് സദ്ദാം ഹുസൈൻ്റെ പതനം സംഭവിച്ചതോടെ ഇറാഖിലും ഷിയാക്കൾ ശക്തരാവുകയും ഭരണത്തിലെത്തുകയും ചെയ്തു. ഷിയാക്കളും സുന്നികളും ക്രിസ്ത്യാനികളും ചേർന്നാണ് ലെബനൻ ഭരിക്കുന്നത്. ബഹ്റൈനിലും ഷിയാക്കൾ ഭൂരിപക്ഷമുണ്ടെങ്കിലും അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും പിന്തുണയോടെ 30% വരുന്ന സുന്നികളാണ് ഷിയാക്കളെ ഭരിക്കുന്നത്. ഇനി സിറിയയിലേക്ക് വരാം. സിറിയയെ നയിക്കുന്നത് ജനസംഖ്യയിൽ 15 മുതൽ 20% വരെ മാത്രം വരുന്ന ഷിയാക്കളാണ്. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂരിപക്ഷം വരുന്ന 80%-ഓളം ഭൂരിപക്ഷം വരുന്ന സുന്നികളെ ഭരിക്കുന്നത് ന്യൂനപക്ഷമായ ഷിയ വിഭാഗമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ വിഷയത്തിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. സിറിയയിലെ ഈ അവസ്ഥ ഭൂരിപക്ഷമായ കുർദിഷ് മുസ്ലിങ്ങളുടെയും യാഥാസ്ഥിക സുന്നികളുടെയും എതിർപ്പിന് കാരണമായിട്ട് കുറച്ചധികം നാളുകളായി. എന്നാൽ അടിച്ചമർത്തുക എന്ന ഏതൊരു ഭരണകൂടത്തിൻ്റെയും തന്ത്രം ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സർക്കാർ വിരുദ്ധ നീക്കമെന്ന് പേരിട്ട, വിമത നീക്കമെന്ന് പേരിട്ട അമേരിക്കയുടെ പിന്തുണയോടെ നടക്കുന്ന സർക്കാർ വിരുദ്ധ മുന്നേറ്റത്തിൽ ഇത്തവണ ബഷാറുൽ അസദിന് കാര്യങ്ങൾ കൈവിട്ടു പോയേക്കും എന്നാണ് ചില വിലയിരുത്തലുകളെല്ലാം അഭിപ്രായപ്പെടുന്നതും മുന്നോട്ട് വെക്കുന്നതും. അതിന് കാരണങ്ങൾ പലതുണ്ട്. അലപ്പോയുടെ പിടിച്ചെടുക്കലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. സിറിയ സ്വതന്ത്രമാവൽ ഇസ്രയേലിൻ്റെ സുരക്ഷയുടെ ഭാഗമായി ഇസ്രയേലും കരുതുന്നു. നിലവിൽ 2 ഡസനോളം സൈനിക താവളങ്ങൾ ഇറാന് സിറിയയിലുണ്ടത്രേ. ഇതുവഴിയാണ് ഇസ്രയേലിനെതിരായ നീക്കങ്ങൾക്ക് ഹിസ്ബുള്ളക്കും ഹമാസിനുമൊക്കെ ആയുധങ്ങൾ എത്തുന്നത് എന്ന ആരോപണം അമേരിക്കക്കും ഇസ്രയേലിനും നേരത്തെ തന്നെയുണ്ട്. ഇതിന് ശക്തി പകരുന്നതാണ് സിറിയ ഇറാൻ ആയുധ തുരങ്ക പൈപ്പ് ലൈൻ പദ്ധതി അഥവാ ഇറാൻ്റെ പദ്ധതി. ഇത് അട്ടിമറിക്കാൻ ഇസ്രയേൽ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ഇവിടെ സംഘർഷം ഉടലെടുക്കുന്നത് എന്നതാണ് അമേരിക്കയ്ക്ക് നേരെയും പാശ്ചാത്യ ചേരിക്ക് നേരെയും ഒക്കെയുള്ള സംശയങ്ങൾ നീങ്ങുന്നത്. ഇതിനൊക്കെ ഇടയിലാണ് പുതിയ ഈ പറഞ്ഞ സംഘർഷം ആരംഭിക്കുന്നത്. നേരത്തെയുള്ളതിനേക്കാൾ ശക്തമായ ആക്രമണവും മുന്നേറ്റവും സർക്കാർ വിരുദ്ധപക്ഷം നടത്താൻ തിരഞ്ഞെടുത്ത സമയം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്രയേലുമായുള്ള പോരാട്ടത്തിൽ സൈനികവും സാങ്കേതികവും ആയുധപരവും ആൾബലവുമായി ഏറെ പ്രശ്നങ്ങൾ കൊണ്ട് നിൽക്കുകയാണ് ഹിസ്ബുള്ളയും അവർക്ക് പിന്തുണ നൽകുന്ന ഇറാനും ഒക്കെ. പരമ്പരാഗതമായി സർക്കാർ അനുകൂല ഗ്രൂപ്പുകളെ സഹായിച്ചു വരുന്നത് ഇറാൻ്റെ ഹിസ്ബുള്ള എന്ന ഈ മിലിറ്റൻ്റ് ഗ്രൂപ്പും അതോടൊപ്പം തന്നെ മറ്റ് മിലിറ്റൻ്റ് ഗ്രൂപ്പുകളുമൊക്കെയാണ്. ഒപ്പം സിറിയയുടെ രക്ഷകരായി നേരത്തെ അവതരിച്ച റഷ്യയാണ്. റഷ്യ ആവട്ടെ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ വരിഞ്ഞു മുറുക്കപ്പെടുകയാണ്. 2015-ലും 2014-ലുമൊക്കെ
സിറിയയെ സഹായിച്ച പോലെ ഇപ്പോൾ പെട്ടെന്ന് സിറിയക്ക് അതുപോലെ സഹായിക്കുക എന്നത് എത്രമാത്രം കഴിയും എന്നത് കണ്ടറിയേണ്ടതാണ്. ഈ സാഹചര്യത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉപകരിക്കുമെന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ സർക്കാർ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സർക്കാർ വിരുദ്ധ പക്ഷത്തെ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം. നേരത്തെ പറഞ്ഞതുപോലെ 2015-ലും 2016-ലും കലാപത്തെ തകർക്കാൻ ഉപയോഗിച്ച ശക്തി ഇപ്പോൾ അത്ര തന്നെ ഹിസ്ബുള്ളക്കും റഷ്യക്കും ഉണ്ടാകുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. റഷ്യക്കുണ്ടെങ്കിലും ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൽ സംശയമുണ്ട്. സിറിയക്ക് മേൽ കൈവയ്ക്കുന്ന പല രാജ്യങ്ങൾക്കും പല താല്പര്യങ്ങളുണ്ട്. ബഷാറുൽ അസദ് പറഞ്ഞത് സിറിയയിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും പാശ്ചാത്യ ചേരിയുമാണെന്നാണ്. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിക്കുന്നതെന്നും പറയാം. എന്നാൽ ഒപ്പം തുർക്കിക്കും നിർണായകമായ പങ്കുണ്ട്. ഈ സിറിയയുടെ വിഷയത്തിൽ തുർക്കി എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു രാഷ്ട്രമാണ്. അതിർത്തി പങ്കിടുന്ന, സിറിയയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രവും അതോടൊപ്പം തന്നെ സാംസ്കാരികതയിലും മറ്റു പല സംഭവങ്ങളിലും ഏകദേശം ഈ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളൊക്കെ സമാനമായ സ്വഭാവം കൈവരിക്കുന്നുണ്ട് എന്നത് നമുക്ക് കാണാം. സിറിയയിലെ ബഷാറുൽ അസദിനെ താഴെയിറക്കാൻ തുർക്കി പല തവണ ശ്രമിച്ചതാണ്. റഷ്യൻ പിന്തുണയുള്ളത് കൊണ്ട് മാത്രം നടന്നില്ല എന്നത് നമുക്കറിയാം. ഈ വിഷയത്തിൽ തുർക്കിയും റഷ്യയും തമ്മിൽ രണ്ട് അഭിപ്രായത്തിലാണ് ഉള്ളതെന്നും ശ്രദ്ധിക്കണം. സിറിയയിലെ ഭൂരിപക്ഷം വരുന്ന സുന്നികളിൽ തുർക്കിഷ് മുസ്ലിങ്ങൾ, കുർദുകൾ, സിറിയയിൽ നിന്ന് തുർക്കിയിലേക്ക് നേരത്തെ പലായനം ചെയ്ത കുടിയേറിയ വംശജർ എന്നിവരൊക്കെയുണ്ട്. കുർദുകൾക്ക് ഭൂരിപക്ഷമുള്ള ഭരണ സംവിധാനം കൊണ്ടുവന്ന് അവിടെ ഖിലാഫത്ത് ഭരണം കൊണ്ടുവരാൻ തുർക്കിക്ക് ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. ഉർദുഗാൻ ഖിലാഫത്ത് നേതാവായി അവതരിപ്പിക്കപ്പെടുന്നത് തുർക്കികൾ സ്വപ്നം കാണുന്നുമുണ്ട്. പക്ഷേ തുർക്കിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. അതിന് പ്രധാന കാരണം ഈ പറയപ്പെടുന്ന റഷ്യ തന്നെയാണ്. 20 സൈനിക താവളങ്ങൾ റഷ്യക്ക് നിലവിൽ സിറിയയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, അനേകായിരം സൈനികർ, കവചിത വാഹനങ്ങൾ എന്നിവയുമൊക്കെ റഷ്യക്ക് ഈ 20 ക്യാമ്പുകളിലായി സിറിയയുടെ പല ഭാഗങ്ങളിലും റഷ്യക്കുണ്ട്. അവരെ മറികടക്കുക തുർക്കിക്ക് അത്ര എളുപ്പമൊന്നുമല്ല. വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ ഫെയ്മിം എയർബേസ് ഉപയോഗിച്ച് നേരത്തെ തന്നെ ഈ എയർബേസ് ഉപയോഗിച്ചാണ് റഷ്യ വ്യോമാക്രമണവും ഹിസ്ബുള്ള വ്യോമാക്രമണമൊക്കെ നടത്തി വന്നിരുന്നത്. റഷ്യ ഈ വ്യോമാക്രമണം നടത്തുക വഴി കരയാക്രമണത്തിന് ഹിസ്ബുള്ളയും മുന്നോട്ട് വരും, അങ്ങനെ ഇവരെ തുരത്തും എന്നൊക്കെയാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ബഷാറുൽ അസദിൻ്റെ ചേരി മനസ്സിലാക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി ഇതിനിടയിൽ തുർക്കിയുമായൊരു കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ ആ കൂടിക്കാഴ്ച വളരെ പെട്ടെന്ന് മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ഒഴിവാക്കപ്പെട്ട് അദ്ദേഹം ഡമാസ്കസിലേക്ക് പറക്കുകയും ഡമാസ്കസിലെ കാര്യങ്ങൾ വിലയിരുത്തുകയുമൊക്കെ ചെയ്യുന്നൊരു സന്ദർഭമുണ്ടായി. എന്നാൽ തുർക്കിയുടെ വിസമ്മതമാണ് ഇതിന് കാരണം എന്ന് ചില അഭ്യൂഹങ്ങൾ ഇതേ തുടർന്ന് വരുന്നുണ്ട്. തുർക്കി അതിന് കാരണമായി പറയുന്നത് ബഷാറുൽ അസദിൻ്റെ പതനം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇറാനുമായിട്ടൊരു ചർച്ചയുടെ ആവശ്യകത ഇല്ല എന്ന ഒരു അഭിപ്രായം അവർക്കുണ്ട്. സിറിയയിലെ നിലവിലെ അവസ്ഥ വഷളാകുമ്പോൾ തുർക്കിയുടെ ഒരു ചർച്ചയുടെ ആവശ്യമില്ലാതെ വരുന്നു എന്നതാണ് തുർക്കി തന്നെ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ സർക്കാർ വിരുദ്ധ പക്ഷം അവർ പോരാട്ടത്തിലാണ്, അതൊരു ലക്ഷ്യം കണ്ടോട്ടെ എന്ന അഭിപ്രായമാണ് അവരുള്ളത്. അത് മാത്രമല്ല, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനും അദ്ദേഹത്തിൻ്റെ ഉപദേശകരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമൊക്കെ അസദ് വീഴാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. സിറിയയിലെ തുടർ ഭരണത്തിൽ പിടിമുറുക്കാമെന്നാണ് തുർക്കിയുടെ മനസ്സിലിരിപ്പ്. സിറിയയിലെ കാലങ്ങളായുള്ള വിവിധ യുദ്ധങ്ങളിൽ നിന്നും രക്ഷ തേടി തുർക്കിയിലേക്ക് പോയ കുടിയേറ്റക്കാരെ, ഇപ്പോൾ തുർക്കിയിൽ കഴിയുന്നവരെ തിരികെ മാതൃരാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നും അതുവഴി തുർക്കി അനുഭവിക്കുന്ന ഈ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നുമൊക്കെ തുർക്കി വിശ്വസിക്കുന്നുണ്ട്. ബഷാറുൽ അസദിന് പിന്തുണ അർപ്പിച്ച ഇസ്ലാമിക രാജ്യങ്ങളാണ് സൗദി അറേബ്യയും UAEയും ഇറാഖും ഈജിപ്തുമെല്ലാം. ഇത് തുർക്കിയുമായി ഇസ്ലാമിക ചേരിയുടെ ഭിന്നാഭിപ്രായത്തിന് കാരണമാവുകയും ചെയ്യും. ഇവിടെയും ലാഭം കൊയ്യുന്നത് ഇസ്രയേലാണ്. കാരണം ഗാസയെ ഇസ്രയേൽ ആക്രമിച്ചതിനെ തുടർന്ന് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഏകീകരണം ഉണ്ടാവുകയും ഇസ്ലാമിക രാജ്യങ്ങൾ ഒരു ഏക സ്വരത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തു. ആ സ്വരത്തിലും ആ ഏകീകരണത്തിലും ഭിന്ന സ്വരം ഉണ്ടാവാൻ പോവുകയാണ്.
രണ്ടാമത്തെ കാര്യം, ഇറാൻ പിന്തുണയുള്ള ബഷാറുൽ അസദ് താഴെ വീണാൽ ഇസ്രയേലിനുള്ള സുരക്ഷാ പ്രശ്നങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നതുമാണ്. അതേസമയം തന്നെ തുർക്കി ഈ അസദ് വീണതിന് ശേഷം അധികാരത്തിലെത്തുകയോ ഭരണത്തിൽ പിടിമുറുക്കുകയോ ഒക്കെ ചെയ്യാതെ നോക്കാനും ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ട്. അതിന് കാരണം തുർക്കിക്കൊരു അവസരം ലഭിച്ചാൽ ഇറാനേക്കാൾ അവർ തങ്ങൾക്ക് അപകടകാരികളാകുമെന്നും ഭീഷണിയാകുമെന്നും ഇസ്രയേൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറിയയിലെ പ്രശ്നം സിറിയക്കും ഇറാനും മാത്രമാവാനായിരിക്കും ഇസ്രയേൽ ഇവിടെ ആഗ്രഹിക്കുക എന്നതാണ്. നിലവിൽ 900 അമേരിക്കൻ സൈനികരാണ് സിറിയയിൽ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. അൽ അൻഫിൽ സൈനിക ക്യാമ്പിലാണ് ഇവർ ക്യാമ്പ് ചെയ്യുന്നത്. ട്രംപ് അധികാരത്തിലെത്തിയാൽ ഈ സൈനിക ക്യാമ്പ് ഒഴിവാക്കുമെന്നും സൈനികരെ പിൻവലിക്കുമെന്നും അമേരിക്കയിലേക്ക് തിരിച്ചു വിളിക്കുമെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. തൻ്റെ ഒന്നാമത്തെ ടേമിൽ അതിന് അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും പലരും ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് തൽക്കാലം അത് മാറ്റി നിർത്തി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിലും അദ്ദേഹം ഇത് ആവർത്തിച്ചിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. നിലവിൽ അമേരിക്കക്കോ സിറിയ ഒരു ഭീഷണിയല്ല, സിറിയക്കാരുമില്ല. അതുകൊണ്ട് തന്നെ സൈന്യത്തെ പിൻവലിക്കുന്നതിൽ തെറ്റില്ല എന്ന വീക്ഷണമാണ് ട്രംപ് ടീമിൻ്റേത്. മറ്റൊരു കാരണം റഷ്യയുടെ നിർണായക ഇടപെടലും സ്വാധീനവും സാന്നിധ്യവും ഈ സിറിയയിലുണ്ട് എന്നതാണ്. ഏതായാലും റഷ്യയെ അട്ടിമറിച്ച് വേണം അസദിനെ അട്ടിമറിക്കാൻ. അസദിൻ്റെ പതനം ആഗ്രഹിക്കാത്ത ഇറാനും മിലീഷ്യകളും എന്താവും കരുതി വെക്കുക? ഒരു ശക്തമായ പോരാട്ടം നടന്നാൽ അത് സുന്നി ഷിയ പോരാട്ടമായി പരിണമിക്കുമോ? രണ്ടായാലും മുറിവിൽ എരിവ് പുരട്ടി മുസ്ലിങ്ങൾ പരസ്പരം പോരടിക്കുന്നത് നടക്കട്ടെ എന്ന നിലപാടിലാകും പാശ്ചാത്യ രാജ്യങ്ങൾ ഉണ്ടാവുക. സഹായിക്കാനെന്ന വ്യാജേന ആ രാജ്യം തന്നെ കൈപ്പിടിയിൽ ഒതുക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് പലരുമെന്നത് സിറിയൻ ഭരണകൂടം ഇപ്പോഴും അറിയുന്നില്ല.